വർക്കലയിൽ ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ തള്ളിയിട്ട കേസിൽ പ്രധാന സാക്ഷിയെ അന്വേഷിക്കുകയാണ് പോലീസ്. ട്രെയിനിൽ നിന്നും പിടിച്ചു തള്ളിയ രണ്ടാമത്തെ പെൺകുട്ടിയെ സഹായിച്ച സാക്ഷിയെ തേടിയാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ദിവസങ്ങളായി CCTV കേന്ദ്രീകരിച്ച് ഇയാളെ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ യാതൊരു വിവരവും ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. ചുവപ്പ് ഷർട്ട് ധരിച്ചയാളാണ് പെൺകുട്ടിയെ രക്ഷിക്കുന്നത്. പ്രതിയെ കീഴ്പ്പെടുത്തുന്നതും ഈ ചുവപ്പ് ഷർട്ട് ധരിച്ചയാളാണ്. ഇയാളെ കണ്ടെത്തി ആദരിക്കുമെന്നും റെയിൽവേ പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം വർക്കലയിൽ ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ തള്ളിയിട്ട സംഭവത്തിൽ പ്രതി സുരേഷ് കുമാർ മദ്യലഹരിയിലായിരുന്നുവെന്നതിന് ഡിജിറ്റൽ തെളിവും പുറത്തു വന്നിട്ടുണ്ട്. ട്രെയിനിൽ കയറുന്നതിന് മുൻപ് പ്രതിയും ബന്ധുവും ചേർന്ന് മദ്യപിച്ചതായി ബാറിലെ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് ശ്രീകുട്ടി. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് പെൺകുട്ടിയെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയത്. പെൺകുട്ടി ആക്രമിക്കപ്പെട്ട ട്രെയിനിന്റെ ബോഗിയിൽ പോലീസ് പരിശോധന നടത്തുകയും ചെയ്തു. തലയ്ക്കും നട്ടെല്ലിനും ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. ന്യൂറോളജി, ന്യൂറോ സർജറി വിഭാഗത്തിലെ വിദഗ്ധ ഡോക്ടർമാർ ശ്രീകുട്ടിയെ പരിശോധിച്ചു. തലയിലെ പരിക്ക് ഗുരുതരമാണെന്നാണ് വിലയിരുത്തൽ. തലയിലെ മർദ്ദം കുറയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത്. ഇതിനായുള്ള മരുന്നുകളാണ് ഇപ്പോൾ ശ്രീകുട്ടിക്ക് നൽകുന്നത്. ഈ സ്ഥിതി മെച്ചപ്പെട്ടതിന് ശേഷമായിരിക്കും തുടർ ചികിത്സകളിൽ തീരുമാനമെടുക്കുക. കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയായിരുന്ന ശ്രീകുട്ടി എന്ന സോനയെയാണ് മദ്യലഹരിയിലായിരുന്ന സുരേഷ് കുമാർ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും ചവിട്ടി താഴെയിട്ടത്. ആലുവയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ ശുചിമുറി ഉപയോഗിക്കാൻ എത്തിയപ്പോഴുണ്ടായ വാക്കുതർക്കത്തിന്റെ പേരിലായിരുന്നു അതിക്രമം. വാതിൽക്കൽ നിന്ന് മാറാത്തതിന്റെ വൈരാഗ്യത്തിലാണ് പെൺകുട്ടിയെ പിന്നിൽ നിന്നും തള്ളിയിട്ടതെന്നാണ് FIR. ശ്രീകുട്ടിയും സുരേഷും തമ്മിൽ വാക്കുതർക്കമുണ്ടായെന്നും സൂചനയുണ്ട്. പ്രതി പനച്ചിമൂട് സ്വദേശിയായ സുരേഷ് കുമാർ നിലവിൽ റിമാൻഡിൽ കഴിയുകയാണ്.